ലത ശ്രുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കടായി പനീറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് വെജ് കടായി ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടായി മസാല ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ച് അതിൽ 2 ടേബിൾ സ്പൂണ് മല്ലി, 2 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകം ചേർത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്കൊരു 4 റെഡ് ചില്ലി മുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സാധാരണ ജീരകം കൂടി ചേർത്തിട്ട് നല്ല പോലെ വറുത്ത്, ഇത് നല്ല പോലെ വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വീണ്ടും ഇത് കടായിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെജ് കടായിയോ അല്ലെങ്കിൽ വെജ് പനീറൊക്കെ ഉണ്ടാക്കാൻ നമുക്കിത് ഉപയോഗിക്കാം. പൊടിച്ച് ഡ്രൈ ആക്കിയിട്ട് നല്ലപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി അത് തണുത്ത സമയത്ത് ഞാനതൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ച് വയ്ക്കുകയാണ്. ഈ പൊടിച്ചത് ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ ഒരു ഇതിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം വേണമെങ്കിൽ നെയ്യും കൂടി 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചതാണെങ്കിൽ മതി. ഞാനിവിടെ പേസ്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാള ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴറ്റണമെങ്കിൽ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 വലിയ തക്കാളി ആണ് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക്, വലിയതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അതൊന്ന് ഇതാക്കി വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് മസാല ചേർക്കാം. അതിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടായി മസാലയില്ലേ, അത് 1 ടേബിൾ സ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ ചേർത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം ഇപ്പം ഞാൻ അടച്ച് തുറന്നതാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചു. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഓയിലൊക്കെ ഇങ്ങനെ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുവരെയാണ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ആദ്യം തന്നെ ഒരു സവാള ഇതുപോലെ ഇങ്ങനെ കടായിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഇങ്ങനെ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സവാള, പിന്നെ ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ഇങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 1-2 ടൊമാറ്റോ അതുപോലെ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ആ ഓയിലിലിട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അല്പം വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. ആ പച്ചക്കറിയിൽ അതിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമ്മൾ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് കടായി പനീറല്ലേ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പനീറും കൂടി ചേർത്ത് ഒന്നുകൂടി അതൊന്ന് ഒരുമിച്ച് അത് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം അതിലേക്ക് അല്പം ഗരം മസാല ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂൺ ഇട്ടാലും മതി. അതിലേക്ക് ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റുക. എന്നിട്ട് പിന്നെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലല്ലേ, കടായി മസാലയൊക്കെ ഇട്ടിട്ടുള്ള അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറിയും പനീറും ഒക്കെ കൂടി ചേർത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയൊക്കെ ആ പച്ചക്കറിയിൽ അതിലൊക്കെ പിടിക്കാനായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളം, അതായത് അതിലേക്ക് മസാലയും എരിവും ഉപ്പും ഒക്കെ ഇടാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ അത് തുറന്നതാണ്. ഇപ്പം അത് അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ഇങ്ങനെ കയ്യിൽ ഒന്ന് പൊടിച്ചിട്ട് അതിൽ ചേർത്താൽ മതി. പിന്നെ മല്ലിയില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും കൂടി ചേർക്കുക. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ നമ്മളുടെ കടായി പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിനൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.